ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മീയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മത്തൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അമ്പിളി, സുവർണ, സൂരജ്, അർക്ക സൂര്യമുഖി, സൊളാൻ, അർക്കചന്ദ്രൻ എന്നിവയാണ് അത്യുൽപാദന ശേഷിയുള്ള മത്തൻ്റെ ഇനങ്ങൾ. അതുപോലെ തന്നെ പാവയ്ക്കയുടെ ഇനങ്ങൾ 1, 2, 3 എന്നിങ്ങനെ എഴുതി വെക്കുക. പ്രിയ, പ്രിയങ്ക, പ്രീതി. ആർക്കഹരിത്, പുസ ഹൈബ്രിഡ് 4, കോയമ്പത്തൂർ ലോഗ്. ഇതൊക്കെ എന്തോത്തിൻ്റെയാണ്? പാവയ്ക്കയുടെയാണ്. പാവയ്ക്കയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് പ്രിയ, പ്രിയങ്ക, പ്രീതി. അർക്കരഹിത്, പുസ ഹൈബ്രിഡ് 4, കോയമ്പത്തൂർ ലോഗ്. ഇനി മുളകിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ജ്വാലാമുഖി, ഉജ്ജ്വല, വെള്ളായണി, അതുല്യ, വീണ്ടും ഭാഗ്യലക്ഷ്മി, കീർത്തി, സമൃദ്ധി, അനുഗ്രഹ, ഗ്രീൻ ഗോൾഡ്, അർക്കമോഹിനി, വെള്ളായണി, തേജസ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. വെള്ളായണി വേറെയാണ്, വെള്ളായണി തേജസ്. അങ്ങനെ 2 ഇനമുണ്ട്, തെറ്റിപ്പോരുത്. ജ്വാലാമുഖി, ഉജ്ജ്വല, വെള്ളായണി, അതുല്യ, ജ്വാലാമുഖി, ഭാഗ്യലക്ഷ്മി, കീർത്തി, സമൃദ്ധി, അനുഗ്രഹ, ഗ്രീൻ ഗോൾഡ്, അർക്കമോഹിനി, വെള്ളായണി, തേജസ്. ഇതെല്ലാം എന്തിൻ്റെയാണ്? മുളകിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഇനി തക്കാളി. ശക്തി, മുക്തി, മനുപ്രഭ. 1 ശക്തി, 2 മുക്തി, 3 മനുപ്രഭ, 4 അനഘ, 5 അക്ഷയ, 6 മനുലക്ഷ്മി, 7 വെള്ളായണി, വിജയ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം. തക്കാളിയിൽ ശക്തി, മുക്തി, മനുപ്രഭ, അനഘ, അക്ഷയ, മനുലക്ഷ്മി, വെള്ളായണി, വിജയ് എന്നിവയാണ് തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. ഇനി വെണ്ടയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ പേരുകൾ നോക്കാം. കിരൺ, അർക്ക, അഭയ്, അനാമിക, സൽകീർത്തി, പുസ, സവാനി, സുസ്ഥിര, അരുണ, ആനക്കൊമ്പൻ. അപ്പം ആനക്കൊമ്പൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. അപ്പം വെണ്ടയുടെയാണ് കിരൺ, അർക്ക, അഭയ്, അനാമിക, സൽകീർത്തി, പുസ, സവാനി, സുസ്ഥിര, അരുണ, ആനക്കൊമ്പൻ. ഇനി നാളികേരത്തിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതെല്ലാം? അപ്പം അനന്തഗംഗ, ലക്ഷഗംഗ, കേരശ്രീ, കേരഗംഗ, കേരസാഗര, കേരമധുര, കേരസൗഭാഗ്യ, കൽപ്പവൃക്ഷം, ചാവക്കാട് കുള്ളൻ, മലയൻ ഡാർഫ്, നീലേശ്വരൻ കുള്ളൻ. അപ്പം ഇവയൊക്കെയാണ് എന്തതിൻ്റെ? നാളികേരത്തിൻ്റെ. 1 അനന്തഗംഗ, 2 ലക്ഷഗംഗ, 3 കേരശ്രീ, 4 കേരഗംഗ, 5 കേരസാഗര, 6 കേരമധുര, 7 കേരസൗഭാഗ്യ, 8 കൽപ്പവിശ്രം, 9 ചാവക്കാട് കുള്ളൻ, 10 മലയൻ ഡാർഫ്, 11 നീലേശ്വരം കുള്ളൻ. ഇത്രയുമാണ് നാളികേരത്തിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. ഇനി നെല്ലിൻ്റെത് ഞാൻ പറയാം. റിപ്പീറ്റ് ചെയ്ത് കേട്ട് നമുക്ക് എഴുതിയെടുത്താൽ മതി. പവിത്ര, ഹസ്ര, അന്നപൂർണ, സ്വർണപ്രഭ, മനുപ്രിയ, രോഹിണി, ജ്യോതി, ഭാരതി, ശബരി, ത്രിവേണി, ജയ, അനശ്വര, VIL7, കൈരളി, കരുണ, അരുണ, രശ്മിക, അമൃത, കനകം, നിള, ഭദ്ര, മകം, രമണിക, ദീപ്തി, സംയുക്ത, വൈശാഖ്, കാഞ്ചന, ആശ, രമ്യ, സാഗര, കുംഭം, ജൈവ, പ്രത്യാശ, ഉമ, അനശ്വര, കാഞ്ചന, DRR, ധൻ, 55, 54, 53, 56. അതായത് 53, 54, 55, 56 എന്തത്തിൻ്റെ? DRR ധന്നിൻ്റെ. അപ്പം ഇത്രയാണ് നെല്ലിനം. ഇനി വഴുതണയിലെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ പേരുകളാണ് പറയുന്നത്. സൂര്യ, ശ്വേത, ഹരിത, നീലിമ, വൈശാലി, റുപാലി, രശ്മിക, നവീൻ, ഗുൽമോഹർ, ശക്തി, പൊന്നി, അർക്കവിശാല്, പുസ ഹൈബ്രിഡ് 1. ഇനി പയറിലെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ പേരുകളാണ് പറയുന്നത്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, മഞ്ചരി, മിത്ര, KMV1, കൈരളി, വൈജയന്തി, ഗീതിക, ശാരിക. അപ്പം പയറിലെ ഒന്നുകൂടെ പറയാം. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, മഞ്ചരി, മിത്ര,
KMV1, കൈരളി, വൈജയന്തി, ഗീതിക, ഷാരിക. അപ്പം നെല്ല്, വഴുതണ, പയറ്, നാളികേരം, തക്കാളി, മുളക്, വെണ്ട, മത്തൻ, പാവയ്ക്ക എന്നിവയുടെയാണ് നമ്മൾ നോക്കിയത്. തക്കാളി ഒന്നുകൂടെ പറയാം. തക്കാളിയുടെ ശക്തി, മുക്തി, മനുപ്രഭ, അനഘ, അക്ഷയ, മനുലക്ഷ്മി, വെള്ളായണി, വിജയ്. അപ്പം എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം. അപ്പം ഓരോന്നിൻ്റെയും വീണ്ടും വീഡിയോ വീണ്ടും കേട്ട് എഴുതിയെടുത്ത് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്.